ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് എല്ലാവർക്കും അറിയുമായിരിക്കും. എങ്കിലും നമുക്ക് ടോപ്പിക്കുകൾ എടുത്തു വരുമ്പോൾ ഈ ഒരു ടോപ്പിക്കും നമുക്ക് നെസസറി ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കോഡിങ് ആൻഡ് ഡീകോഡിങ് അല്ലേ. ലെറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പറയുക, ലെറ്റേഴ്സിനെ വേറൊരു ലെറ്റേഴ്സായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് എന്നിട്ട് ആ വേർഡിനെ മറ്റൊരു ലെറ്റേഴ്സ്, മീനിങ് ഫുൾ അല്ലാത്ത ലെറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ആ ലെറ്റേഴ്സിന് എന്താ പറയുക പകരം ആയിട്ട് നമ്മൾ നമ്പേഴ്സ് ഉപയോഗിച്ച് അതിനെ കോഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്പേഴ്സ് കോഡ് എന്നിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച്, അതാണ് ഡീകോഡിങ്. അങ്ങനെയൊക്കെ മാറ്റുന്ന ഒരു രീതിയിലും നമുക്ക് എന്താണ് PSC ക്വസ്റ്റ്യൻസ്, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ചെയ്യുക അല്ലേ. നമുക്കറിയാം എല്ലാവർക്കും തന്നെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. ചിലപ്പോൾ ഒരു ക്ലാസ് കൊണ്ടൊക്കെ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കോഡിങ് ആൻഡ് ഡീകോഡിങ്. കോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു കോഡ്, അതായത് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പല ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ചില ഐറ്റംസിനൊക്കെ കോഡ് ഉപയോഗിച്ചിട്ടാണ് അവരതിൻ്റെ വില ഇടുക അല്ലേ. എല്ലാത്തിനും അതിൻ്റെ വില കറക്റ്റായിട്ട് അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല, പകരം അത് കോഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഫുൾ കാര്യങ്ങളും, അതായത് ഫുൾ നെയിമുകളോ അല്ലെങ്കിൽ എല്ലാം കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ കോഡ് ചെയ്തായിരിക്കും നമുക്ക് ഉപയോഗിക്കുക. അപ്പം കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സ്കൂളാകുമ്പോൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടാകും. ഇപ്പോൾ 10th ഒരുപാട് ഡിവിഷൻസ് തന്നെ ഉണ്ടാകും. അപ്പോൾ ഓരോ ഡിവിഷൻസ് അനുസരിച്ച് നമുക്ക് കുട്ടികളുടെ പേരുകളും മറ്റു കാര്യങ്ങളും ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് വെക്കുമ്പോൾ അത് കോഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ 10th A ക്ലാസ്സിലുള്ളത് അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ കോഡിലായിരിക്കും അത് സൂക്ഷിക്കാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് കോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിങ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ലെറ്റർ കോഡിങ് എന്ന് വെച്ചാൽ ലെറ്റേഴ്സിനെ ലെറ്ററിൽ തന്നെ കോഡ് ചെയ്യുക, മറ്റൊരു ലെറ്റേഴ്സായിട്ട് കോഡ് ചെയ്ത് വയ്ക്കുക. ആൻഡ് മറ്റൊന്ന് നമ്പർ കോഡിങ് ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു വേർഡിനെ നമ്പർ അനുസരിച്ച്, അതായത് സംഖ്യകൾ ഉപയോഗിച്ച് കോഡ് ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിലാണ് ലെറ്റർ കോഡിങ് ആൻഡ് നമ്പർ കോഡിങ് ആണ് കേട്ടോ. അക്ഷരങ്ങൾ കൊണ്ടുള്ള കോഡിങ്ങും ഉണ്ട്, സംഖ്യകൾ കൊണ്ടുള്ള കോഡിങ്ങും ഉണ്ട്. രണ്ട് രീതിയിലുമാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ടീം എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ടീം, TEAM ഈസ് ഗിവൺ ആസ് SDZL എന്നാണ്. ടീം എന്ന് പറയുന്ന വാക്ക് നമുക്ക് തന്നിരിക്കുന്നത് SDZL എന്നാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ദെൻ വാട്ട് വിൽ ബി കോഡഡ് ആസ് മീറ്റ്. മീറ്റ് എന്നതിൻ്റെ കോഡ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നോക്കാം. നിങ്ങൾ ടീം എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്, TEAM. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് വേറൊരു കോഡിങ് ആണോ ചെയ്തേക്കണമെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നമുക്ക് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരുമോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. TEAM, ദ വേർഡ് ടീം ഈസ് ഫോംഡ് ബൈ യൂസിങ് ദ ലെറ്റേഴ്സ് TEAM അല്ലെ. TEAM എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, കോഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ടീമിനെ കോഡ് ചെയ്തിരിക്കുന്നത് ടിക്ക് പകരം അവിടെ S ഉപയോഗിച്ചിരിക്കുന്നു, ഇക്ക് പകരം D ഉപയോഗിച്ചിരിക്കുന്നു, എക്ക് പകരം Z ഉപയോഗിച്ചിരിക്കുന്നു, എമ്മിന് പകരം എന്താണ് L ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ അത് എന്ത് ചെയ്തിരിക്കുന്നു, അറേഞ്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മീറ്റ് നോക്കുക. നിങ്ങൾ ഈ ടീം എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കിയിരിക്കുന്ന അതേ അക്ഷരങ്ങൾ റീ അറേഞ്ച് ചെയ്ത മറ്റൊരു വാക്കാണ് മീറ്റ്, MEAT, മീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേറെ കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആലോചിക്കാനും കുഴപ്പമൊന്നുമില്ല. നോക്കുക, അവിടെ TRST, എസിന് തൊട്ട് മുന്നുള്ള അക്ഷരമാണ്. അപ്പൊ T എന്ന് പറയുന്നതിന്റെ എന്താ പറയാ തൊട്ട് മുന്നിലുള്ള അക്ഷരമാണ് എസിന് പകരം കൊടുത്തേക്കുന്നത്. ഇക്ക് തൊട്ട് മുന്നിലുള്ള അക്ഷരമാണ് ഡിക്ക് പകരം D കൊടുത്തിരിക്കുന്നത്. A എന്ന് പറയുന്നതിന്റെ തൊട്ട് മുന്നിലുള്ള അക്ഷരം Z അല്ല. എക്ക് മുമ്പിൽ വേറെ അക്ഷരമില്ല, പക്ഷെ നമ്മൾ റിവേഴ്സ് വരുമ്പോൾ വീണ്ടും Z-ൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ Z ആണ്. എമ്മിന് തൊട്ട് മുന്നിലുള്ള അക്ഷരമാണ് L ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഈ SDZL എന്നുള്ളത് ടീമിന്റെ എസിന് മുകളിൽ, ടിക്ക് മുകളിൽ S എന്ന് കോഡ് ചെയ്യാം. നമുക്ക് ഇക്ക് പകരം D എന്ന് കോഡ് ചെയ്യാം,
എക്ക് പകരം സെഡ് എന്ന് കോഡ് ചെയ്യാം, എമ്മിന് പകരം എൽ എന്ന് കോഡ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ടിക്ക് പകരമാണ് എസ് ഉപയോഗിക്കേണ്ടത്, ഇക്ക് പകരം ഡി ഉപയോഗിക്കണം, എക്ക് പകരം സെഡ്, എമ്മിന് പകരം എൽ ഉപയോഗിച്ചിരിക്കുന്നു. ആ ടീം എന്ന് പറയുന്ന വാക്ക് നമ്മൾ കോഡ് ചെയ്തപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും സെയിം അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ മീറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ നമുക്ക് അതൊന്ന് അറേഞ്ച് ചെയ്താൽ പോരെ. എമ്മിന് പകരം എന്ത് ഉപയോഗിക്കണം? നമ്മൾ എൽ എന്ന അക്ഷരം ഉപയോഗിക്കണം. എമ്മിന് പകരം എൽ, കാരണം എമ്മിന്റെ മുകളിൽ നമ്മൾ എഴുതിയത് എൽ ആണ്. അടുത്തത് ഇ ആണ്. ഇക്ക് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോ ഡി എന്ന അക്ഷരമാണ് അല്ലെ. ഇക്ക് പകരം ഡി ആണ് ഉപയോഗിക്കേണ്ടത്, എക്ക് പകരം സെഡ് ആണ് ഉപയോഗിക്കേണ്ടത്, ആൻഡ് ടിക്ക് പകരം എസ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ ദ വേർഡ് മീറ്റ് ക്യാൻ ബി കോഡഡ് ആസ് LDZS. കണ്ടോ? അപ്പൊ മീറ്റ് എന്ന് പറയുന്ന വാക്ക് കോഡ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഇവിടെ വേറെ റീഅറേഞ്ച്മെന്റിന്റെ കാര്യമൊന്നുമില്ല. തൊട്ടു മുന്നിലുള്ള അക്ഷരം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെയും അങ്ങനെ തന്നെയാണ്, പക്ഷെ അല്ലാതെ തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം ഇതിനകത്തും രണ്ട് വാക്കും ഉണ്ടാക്കാനായിട്ട് സെയിം അക്ഷരങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ചിന്തിച്ചാലും നമുക്ക് കിട്ടും ടി എന്ന് പറയുന്നത് എസ് കഴിഞ്ഞിട്ടാണ് ടി വരെ. അപ്പൊ ടീന്റെ തൊട്ട് മുന്നിൽ ഇവിടെ നോക്കിയേ, എമ്മിന് തൊട്ട് മുമ്പിൽ എല്ലാണ് കണ്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാം ഉപയോഗിച്ചു. അല്ലാതെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. സെയിം അക്ഷരങ്ങളാണ് രണ്ട് വാക്കുകളും തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഓരോന്നിന്റെ മുകളിൽ അക്ഷരം നമുക്ക് തന്നിരിക്കുന്ന വേർഡും അതിനെ കോഡ് ചെയ്തിരിക്കുന്നതും അതിന്റെ മുകളിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നോക്കിയിട്ട് ഈ വേർഡ് എന്ത് ചെയ്തിരിക്കുന്നു നമ്മൾ തിരിച്ച് നമ്മളുടെ അക്ഷരങ്ങളൊക്കെ മാറ്റി മറിച്ച് മറ്റൊരു പുതിയ വാക്കായ മീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും അതേപോലെ തന്നെ അറേഞ്ച് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഡോഗ് ഈസ് റിട്ടൺ ആസ് WLT അതാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിഗ് ഈസ് ഡാഷ്. ഡോഗ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വാക്കിനെ കോഡ് ചെയ്തിരിക്കുന്നത് WLT എന്നാണ്. ഡോഗ് എന്ന് പറയുമ്പോൾ ഡിക്ക് പകരം W ആണ്, ഓക്ക് പകരം L ആണ്, ജിക്ക് പകരം T ആണ്. നോക്കാം, ഈ വാക്ക് തന്നെ റീഅറേഞ്ച് ചെയ്ത് മറ്റൊരു വേർഡ് അല്ല ഇവിടെ ഉണ്ടാക്കിയേക്കണം അല്ലെ. അപ്പൊ നോക്കിയാൽ നിങ്ങള്, അപ്പൊ ഇവിടെ PIG മാത്രമേ ഉള്ളൂ, ഐയും പിയും ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു എന്താ പറയാ തന്നിരിക്കുന്ന ഒരു ലെറ്റേഴ്സ് കോഡ് ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് രണ്ടാമത്തെ പറ്റില്ല. കാരണം സെയിം അക്ഷരങ്ങളല്ല നമ്മൾ ഈ രണ്ടാമത്തെ വേർഡായ പിഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ലെറ്റേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. സോ എന്തുകൊണ്ടാണ് ഡിക്ക് പകരം അവിടെ W ആയത്? എന്തെങ്കിലും ഒരു ഫോർമാറ്റ് ഉണ്ടാകും. നമുക്കൊന്ന് എഴുതി നോക്കാം. ABCDEFGHIJKLM എം വരെ എഴുതിയിട്ട് വീണ്ടും NOPQRSTUVWXYZ. അപ്പൊ നോക്കാം നിങ്ങൾ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം DOG. ഡിന്റെ കുറച്ച് ബാക്ക്വേർഡ്സിലേക്കാണ് എന്ത് പോയേക്കുന്നത്? W അല്ലെ, കുറെ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ജി എന്ന് പറയുന്നത് T ആയി മാറിയിരിക്കുന്നു, ഒരുപാട് ദൂരേക്കാണ് പോയേക്കണേ. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ആ വേർഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, പിഗ് എന്ന് പറയുന്ന കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് എങ്ങനെയാണ് അത് കോഡ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ 26 ആൽഫബറ്റ്സ് ആണുള്ളത്, 26 അക്ഷരങ്ങളാണ്. 26 അക്ഷരങ്ങളെ നമ്മൾ ഇങ്ങനെ 13 മുകളിൽ തൊട്ട് താഴെ എമ്മിന്റെ താഴെ നിന്ന് റിവേഴ്സ് വീണ്ടും നമ്മൾ Z വരെ അറേഞ്ച് ചെയ്തു. ഇനി ഒന്ന് നോക്കിയേ, നിങ്ങൾ എഴുതിയിരിക്കുന്ന DOGക്ക് പകരം WLT എങ്ങനെ വന്നു നോക്കിയേ. ഡിയുടെ അടിയിൽ നമ്മൾ W കണ്ടോ, നേരെ താഴെയാണ് വന്നേക്കുന്നത്. അപ്പൊ D ഇൻസ്റ്റെഡ് ഓഫ് ഡിക്ക് പകരം നമുക്ക് അതിന്റെ താഴത്തെ നിരയിലുള്ള W ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത് O എവിടെ കിടക്കുന്നത്? O ഇവിടെ അല്ലെ. ഇതിന് പകരം മുകളിലുള്ള L ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടോ, ഓക്ക് പകരം L ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് G ആണ്. ജിക്ക് പകരം T ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആണല്ലോ. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റിലാണ് നമുക്ക് DOG എന്ന് പറയുന്ന ഡോഗ് എന്ന് പറയുന്ന വേർഡ് WLT എന്ന് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ദ സെയിം വേ നമുക്ക് പിഗിനെ കോഡ് ചെയ്യാം. പിഗിനെ കോഡ് ചെയ്യുമ്പോൾ പി എവിടെ നോക്കാം? പിയുടെ തൊട്ട് മുകളിലുള്ളത് ഏതെങ്കിലും മുകളിലോ അടിയിലോ എവിടെ ഉള്ളത്? അപ്പൊ പിയുടെ ആദ്യം എഴുതേണ്ടത് K ആണ്. കാരണം പിയുടെ മുകളിൽ കിടക്കുന്ന അക്ഷരം നമുക്ക് വേണ്ടത് K ആണ്. അടുത്ത I ആണ് അല്ലെ. I എവിടെ? ഐക്ക് പകരം ഐന്റെ താഴത്തെ അക്ഷരം നമുക്ക് ഇല്ല, അതുകൊണ്ട് അവിടെ R ആണ്. R കൊടുക്കുക. ജി നേരത്തെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ ഉള്ളത് തന്നെയാണ്. ജിയുടെ താഴെ വരുന്നത് T ആണ്. സോ പിഗിന്റെ ഒരു കോഡ് എന്ന് പറയുന്നത് KRT ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ
സെയിം ലെറ്റേഴ്സ് തന്നെ ഉപയോഗിച്ചിട്ട് മറ്റൊരു വേർഡ് ഉണ്ടാക്കാത്ത സ്ഥിതിക്കാണ് സെയിം ലെറ്റേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ മതി. തന്നിരിക്കുന്ന ലെറ്റേഴ്സിന്റെ മുകളിൽ അതിന്റെ കോഡുകൾ എഴുതാം, എന്നിട്ട് റീഅറേഞ്ച് ചെയ്ത് അതിൽ നിന്നും അക്ഷരങ്ങൾ നോക്കി അതിന്റെ താഴെ വരുന്ന ലെറ്റേഴ്സ് നോക്കി എഴുതിയിട്ട് എടുത്തെഴുതാം, അറേഞ്ച് ചെയ്യാം. അതേസമയം മറ്റൊരു വേർഡ് എന്താ പറയുക, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ആ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ ആൽഫബറ്റ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിവിടെ കിടക്കട്ടെ, ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് എഴുതി എന്ത് ചെയ്യണം, നമ്മൾ അതിനെ കോഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് രീതിയിലുള്ള കോഡിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന് കോഡ് ചെയ്തത് നേരെ തന്നെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതാൻ മതിയായിരുന്നു. രണ്ടാമത്തേത് ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് ആയതുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് രീതിയിലാണ് ചെയ്തത്. ഇനി മറ്റൊരു കോഡിംഗ് രീതി വേറൊരു രീതിയിലാണ് അടുത്തത് വന്നിരിക്കുന്നത്. ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു വേർഡാണ്. ടെലിവിഷൻ എന്ന് പറയുന്ന വേർഡ് ഈസ് കോഡഡ് ആസ് ഇങ്ങനെയാണ്: VELET then NOISI എന്നാണ് നമുക്ക് കോഡ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ടെലിവിഷനെ എന്തുകൊണ്ട് അങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾ വേർഡിലേക്ക് നോക്കുക, മറ്റൊരു രീതിയിലും അല്ല, വേറെ ലെറ്റേഴ്സ് ഒന്നും അല്ല ഉപയോഗിച്ചാണ്. ഇവിടെ നോക്കുക, ടെലിവിഷൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അതേ ലെറ്റേഴ്സ് തന്നെയാണ് നമുക്ക് ഈ രണ്ടാമത്തേലും തന്നിരിക്കുന്നത്, കോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു ഓർഡർ, എന്തോ ഒരു മാറ്റം മാത്രമേ കാണുന്നുള്ളൂ. നോക്കിയാൽ നിങ്ങൾ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം TELEV കണ്ടല്ലോ, ടെലി എന്നുള്ള വാക്ക് എഴുതുന്നു. അടുത്തത് അതിന്റെ വിഷൻ, ടെലിവിഷന്റെ വി നമ്മൾ അതിന്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഇവിടെ നിന്ന് ഡിസോർഡർ ആയിട്ട്, അതായത് എവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് എഴുതിയേക്കണം. കണ്ടല്ലോ, ISION എന്ന് തിരുത്തി എഴുതി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി കോഡഡ് ഫോർ കമ്പ്യൂട്ടറിനെ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ കോഡ് എന്തായിരിക്കും? കമ്പ്യൂട്ടർ അതായത് 5 അക്ഷരമായിരുന്നു അല്ലെ, 5 അക്ഷരങ്ങൾ വീതമാണ് തന്നേക്കണത്. അപ്പൊ 5 അക്ഷരം ഇവിടെ നിന്ന് 4 എടുത്തു, അത് എഴുതി. അതിന്റെ മുൻപില് വി എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള അക്ഷരമാണ് അല്ലെ, അത് എടുത്ത് മാറ്റി അത് ഇവിടെയും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താ ഇത് ഡിസെൻഡിങ് ഓർഡറിലേക്ക് തിരിച്ചെഴുതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടർ എങ്ങനെ വരണം നോക്കാം, 4. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? PMOC അല്ലെ, കമ്പ്യൂട്ടറിന്റെ ഇത് ആദ്യം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് തിരിച്ചെഴുതാ RETU എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിനെ നമ്മൾ തിരിച്ചെഴുതുന്നത്. അതായത് ലെറ്റേഴ്സ് അത് തന്നെയാണ്, പക്ഷെ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഹാഫിൽ നിന്ന് പിറകോട്ട് അങ്ങോട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്ന രീതിയാണ് കമ്പ്യൂട്ടർ എഴുതിയിരിക്കുന്നത്. ഏത് ടെലിവിഷന്റെ രീതിയിൽ എഴുതുമ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ഇങ്ങനെ എഴുതും. 4 അക്ഷരങ്ങൾ ഇതാണ്, മൊത്തം 8 ലെറ്റേഴ്സ് ആണ്. PMOC എന്നുള്ളത് ആദ്യം എഴുതുന്നു, RETU എന്നുള്ളത് രണ്ടാമത് എഴുതിയിരിക്കുന്നു. ഓക്കെ, അടുത്തത് വേറെ രീതിയിൽ മറ്റൊന്ന് വന്നിരിക്കുന്നത്, നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് കോഡിംഗ് ഉണ്ട്, ലെറ്റർ കോഡിംഗും ഉണ്ട്, നമ്പർ കോഡിംഗും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അടുത്തത് നമ്പർ കോഡിംഗ് ആണ്. അജയ് എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് 110125 എന്നാണ് എങ്കിൽ വാട്ട് ഈസ് കോഡഡ് ഫോർ നന്ദന നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും എന്നാണ്. എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ അജയ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും ആ കോഡിങ്ങിന്റെ ഒരു രീതി നോക്കിയേ. അജയ് നമ്മളുടെ ആൽഫബറ്റ്സിന്റെ ഓർഡർ അനുസരിച്ചാണോ എന്ന് നോക്കിയേ. A എന്ന് പറയുന്നത് 1. മനസ്സിലായോ? നമ്മൾ എഴുതിയിരിക്കുന്ന ആൽഫബറ്റ്സ് ABCDEFGHIJKLMNOPQRSTUVWXYZ. നോക്കാം, അജയിന്റെ A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ആണ്, പൊസിഷൻ അനുസരിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത്. നോക്കാം നിങ്ങൾ, A 1 കൊടുത്തിരിക്കുന്നത്. J ഇസ് ദ എത്രാമത്തെ ലെറ്റർ? 1 2 3 4 5 6 7 8 9 10 10ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ജെക്ക് പകരം അവിടെ 10 ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും അജയിന്റെ A ആണ് വന്നിരിക്കുന്നത്, ഫസ്റ്റ് ലെറ്റർ ആണ് A, അതുകൊണ്ട് 1 ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് Y 26th ലെറ്ററിൽ Z ആണ് അല്ലെ, 25 തൊട്ട് മുന്നിലത്തെ 25 എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നന്ദന എങ്ങനെ കോഡ് ചെയ്യുന്നു നമുക്കറിയാലോ അല്ലെ. എങ്ങനെയായിരിക്കും നന്ദന കോഡ് ചെയ്യാം? നന്ദനയുടെ N എത്രാമത്തെ ലെറ്ററാ? M എന്ന് പറയുന്നത് 13, ഇത് 14ാമത്തെ ലെറ്റർ ആണ് N. അപ്പൊ നന്ദനയുടെ N ആദ്യം 14 എഴുതുന്നു. അടുത്ത A ആണ്, എക്ക് പകരം നമ്മൾ എയുടെ പൊസിഷൻ കൊടുക്കുക 1 ആണ്.
വീണ്ടും N ആണ് വന്നേക്കണേ, വീണ്ടും 14 വരും. ഇത് എയുടെയാണ് കേട്ടോ. ഓരോന്നോരോന്നും ശ്രദ്ധിച്ചതിന് മാറിപ്പോകരുത്. ഓൾറെഡി 1 എയുടെ ആണ്, അത് കഴിഞ്ഞ് വരുന്ന 14 എന്നിന്റെ. നോക്കാം, N പിന്നെ ഡി എന്ന് പറയുന്നത് 4ാമത്തെ അക്ഷരമാണ്. അടുത്തത് 4 എഴുതുന്നു, വീണ്ടും എ ആണ്, 1 എഴുതുന്നു. അടുത്തത് വീണ്ടും N ആണ്, 14 എഴുതുന്നു, എ എന്ന് പറയുന്നത് 1. സോ നന്ദന ഈസ് കോഡഡ് ആസ് 1411411141. അങ്ങനെയാണ് നമ്മൾ നന്ദനയെ കോഡ് ചെയ്യുക. അപ്പം ഇത് ലെറ്ററിനെ എന്തിലേക്ക്, നമ്പറിലേക്ക് കോഡ് ചെയ്തിരിക്കുന്നതാണ്. ആദ്യം ലെറ്റർ ടു ലെറ്റർ ആയിരുന്നു, നമുക്ക് അക്ഷരങ്ങൾ തന്നു, അക്ഷരങ്ങളിലേക്ക് തന്നെ കോഡ് ചെയ്തു. അടുത്തത് നമ്മൾ ചെയ്തത് ലെറ്റർ ടു നമ്പർ ആണ്. ലെറ്റർ തന്നു, നമ്മൾ അതിനെ നമ്പറിലേക്ക് കോഡ് ചെയ്തു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അതും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണാറുള്ളതാണ്. അടുത്തത് വേറെ ഒരെണ്ണം നമുക്ക് പറയാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, AM എന്ന് പറയുന്നത് 14, PM സ്റ്റാൻഡ്സ് ഫോർ 29 ആൻഡ് ദെൻ അങ്ങനെയാണെങ്കിൽ ടൈം എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ്. AM എന്ന് പറയുന്നത് 14 എന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? 14 എന്ന് പറഞ്ഞാൽ AM-ഉം, അതായത് A എന്ന് പറയുന്ന അക്ഷരം M എന്ന് പറയുന്ന അക്ഷരം ആണ് ചേർന്ന് എന്തായിരിക്കുന്നത്, 14 ആയിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നിൽ നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ നമുക്കറിയാം M-ന്റെ പൊസിഷൻ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു. എത്രയാണ്? 13 ആണ്. 14 ആണ് N, അപ്പൊ 13 M ആണ്. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഇത് 13 ആണെങ്കിൽ ഇതിന്റെ കൂടെ ഈ 1 എയുടെ പൊസിഷൻ 1 ആണെന്ന് അറിയാലോ നമുക്ക്, അല്ലെ? CDE നോക്കുക, എയുടെ പൊസിഷൻ 1 ആണ്, എമ്മിന്റെ പൊസിഷൻ 13 ആണ്. 13 ഒന്നും കൂടി ചേർന്നിട്ടാണ് ഈ 14 ആയേക്കണേ, അല്ലേ? 13ഉം 1ഉം ചേർന്നിട്ടാണ് 14 ആയേക്കണേ. അങ്ങനെയാണെങ്കിലോ ഇവിടെയോ ഇത് 13, എമ്മിന്റെ പൊസിഷൻ 13 തന്നെയാണ് നമുക്കറിയാം. പിയുടെ പൊസിഷൻ എത്രാമത്തെയാണ്? 13 കഴിഞ്ഞാൽ 14, 15, 16 ആണ്. അപ്പൊ 16, 16ഉം 13ഉം കൂടി ചേർന്നിട്ടാണ് എന്തായേക്കുന്നത്, 29 അങ്ങനെയും കോഡ്. നേരെ കോഡല്ല തന്നിരിക്കുന്നത്, സംഖ്യ അങ്ങനെ തന്നെയല്ല. 1, 3 എന്നല്ല ഇവിടെ നമുക്ക് തന്നെ 14 നിന്നു എന്ന് വെച്ചാൽ എയുടെ പൊസിഷൻ വാല്യൂവും എമ്മിന്റെ പൊസിഷൻ വാല്യൂവും കൂടി ആഡ് ചെയ്തിട്ട്, തൊട്ടുമോളിൽ ചെയ്ത് അതായിരുന്നില്ല നേരത്തെ ചെയ്ത്, നന്ദനയുടെ കോഡിങ് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് ആ പൊസിഷൻ മാത്രം എടുത്ത് എഴുതി ആ പൊസിഷൻ മാത്രമായിട്ട് സംഖ്യയായിട്ട് എഴുതുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, എമ്മിന്റെ പൊസിഷൻ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കോഡായിട്ട് തന്നേക്കണേ. അപ്പൊ 1ഉം 13ഉം കൂട്ടി 14. അടുത്തതോ എമ്മിന്റെ പൊസിഷൻ വാല്യൂ 13ഉം അതുപോലെ തന്നെ പിന്റെ പൊസിഷൻ വാല്യൂ 16, ആ രണ്ടും കൂടി ചേർത്താണ് 29. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യണം? ഇതും അതുപോലെ തന്നെ പൊസിഷൻ വാല്യൂ എടുക്കുക. ടിയുടെ പൊസിഷൻ എത്രാമത്തെയാണ്? 26 അല്ലേ? 20, 21, 22, 23, 24, 25, 26. അപ്പൊ ടിയുടെ പൊസിഷൻ 20 ആണ്. ടിയുടെ പൊസിഷൻ 20. ഐയുടെ പൊസിഷനോ, ഐ എവിടെ കിടക്കുന്നത്? ഇതേ ഇവിടെ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഐയുടെ പൊസിഷൻ 9 ആണ്. എമ്മിന്റെ പൊസിഷൻ 13 ആണ്. ഇയുടെ പൊസിഷൻ 5 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മളുടെ ഏതിന്റെ, ടൈമിന്റെ കോഡായിട്ട് വരാം. നേരെ പൊസിഷൻ അല്ല എടുത്ത് എഴുതിയിരിക്കുന്നത്, പകരം പൊസിഷൻസ് എഴുതിയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ തന്നിരിക്കുന്ന പൊസിഷൻസിന്റെ വാല്യൂസിൽ ഇതിപ്പോ നോക്കിയേ 29 ഒക്കെ വരുമ്പോ നമുക്ക് അറിയാം, അതിനകത്ത് തന്നിരിക്കുന്ന PM എന്ന് പറയുന്നത് 29 എന്ന് പറയുന്ന ഒരു വാല്യൂ വരണമെങ്കിൽ അതിനകത്ത് എന്ത് വരണം? 26 ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്കാളും ചെറിയ സംഖ്യ തന്നെ വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. 20ഉം 29ഉം 3ഉം 13ഉം 15, 18 ആണ്. 18, 9ഉം 27, 27ഉം 20ഉം 47. 47 ഈസ് ദ ആൻസർ, അല്ലേ? 47 അല്ലേ? നോക്കിയേ, 22, 27, 27, 27, 20, 47 ആണ്. ഏതിനെ കോഡ് ചെയ്യുമ്പോൾ? ടൈം എന്ന് പറയുന്നതിനെ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. അപ്പോൾ ലെറ്റേഴ്സും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്പേഴ്സും ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കോഡ് ചെയ്യേണ്ടി വരും. ലെറ്റേഴ്സ് തന്നിട്ട് നമ്പറിലേക്കും കോഡ് ചെയ്യേണ്ടി വരും. നമ്പർ തന്നെ നോക്കുമ്പോൾ 2 രീതിയിലാണ് വരുന്നത്. നമ്പറും അതുപോലെ ലെറ്റേഴ്സിലേക്ക് കോഡ് ചെയ്യുന്നത് 2 രീതിയിലാണ്. സെയിം ലെറ്റേഴ്സ് തന്നെ നമുക്ക് ഉപയോഗിച്ച് തിരിച്ചു മറിച്ച് തന്നിട്ട് മറ്റൊരു വാക്കിന്റെ കോഡഡ് രൂപം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ലെറ്റേഴ്സ് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് തന്നിട്ട് കോഡഡ് രൂപം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ 2 രീതിയിലുള്ളതും നമ്മളിന്ന് നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ ലെറ്ററിലേക്ക് കോഡ് ചെയ്യുന്നതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? സിമ്പിളാണ്. ഒന്ന് ABCD ഒക്കെ ഒന്ന് അറിയണം. അതുപോലെ തന്നെ അത് ഏത് രീതിയിലാണ് ചെയ്തേക്കണേന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞ രണ്ടാമത്തെ രീതി, നേരത്തെ ആദ്യത്തെ നന്ദന എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കോഡ് നമ്മൾ നേരെ ആ പൊസിഷൻ എടുത്ത് അങ്ങോട്ട് എഴുതിയുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്തത് എന്താ, പൊസിഷൻ അല്ല എഴുതിയത്, പൊസിഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അത് ആഡ് ചെയ്തു. പൊസിഷൻസ് ആഡ് ചെയ്തിട്ടുള്ള നമ്പറാണ് നമ്മൾ എന്ത് ചെയ്തത്, കോഡ് ചെയ്തത്. അപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ?
അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അതുപോലെ കോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും, വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.